ഹായ്, എല്ലാവർക്കും ബിന്ദുസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേ കൊത്തമല്ലി ചെടി കണ്ടോ. ഇതിപ്പോൾ ഒരു മാസമായി 35 ദിവസമായ ചെടിയാണിത്. അപ്പോൾ ഇതിന്ന് വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇത് വിളവെടുക്കുന്നതിന് മുമ്പ് ഞാനിത് വിത്തിട്ടത് മുതൽ ഈ സ്റ്റേജ് വരെയുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം വിളവെടുക്കാം. ഞാൻ കൊത്തമല്ലി മുളപ്പിക്കാനായിട്ട് ഇവിടെ 2 ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ബാഗിൽ മണ്ണിൻ്റെ ഒപ്പം കൊക്കോപ്പിട്ട്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ കുറച്ച് ഡോളോമൈറ്റ് ചേർത്ത് മിക്സാക്കി വെച്ചിരിക്കുകയാണിത്. അപ്പോൾ നമുക്കിനി വിത്ത് നടാം. വിത്ത് നടുന്നതിന് മുമ്പായി നമുക്കൊന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാം. ഒരു പാക്കറ്റ് വിത്താണിത്. ഇത് മുഴുവനായിട്ടുള്ള വിത്താണ്. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പായി നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് 2ആയി ഉടഞ്ഞു കിട്ടിയാൽ മതി. ഒരുപാട് ഉടയ്ക്കരുത്, ഇങ്ങനെ 2ആയി കിട്ടിയാൽ മതി. ഈ വിത്തുകൾ നമുക്ക് മുളപ്പിക്കാനിടാം. ഇതുപോലെ എല്ലാ സ്ഥലത്തും പരത്തി ഈ ബാഗിലുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കൊക്കോപ്പിറ്റ് ഇട്ട് കൊടുക്കാം. കൊക്കോപ്പിറ്റ് ഇട്ട് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. നനച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ തണലത്താണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ മൂടേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മാത്രമേ വിളവെടുക്കുന്നുള്ളൂ. ചുമ്മാ എല്ലാം പറിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഫ്രഷ് ആയിട്ട് ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്ന് എടുക്കാമല്ലോ. ഇന്ന് കുറച്ച് മാത്രം ഞാൻ വിളവെടുക്കുന്നുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് മാത്രം ഇന്ന് കുറച്ച് വിളവെടുക്കുകയാണ്. ഇത് പറിക്കുമ്പോൾ തന്നെ എന്ത് നല്ല സ്മെല്ലാന്നറിയോ. ഇതൊക്കെ കറിയിലൊക്കെ ഇടുമ്പോഴേക്കും ഒരു പ്രത്യേക സ്മെല്ലാണ്. ഇതൊക്കെ ഉണ്ടോ. ഇപ്പം 35 ദിവസമായ ചെടിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.